രാജു പി നായർ, CPM അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. വളരെ ഭംഗിയായി ക്രോഡീകരിച്ച എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് കൃത്യമായി എണ്ണി പറഞ്ഞു. മറ്റേതെങ്കിലും ഒരു പാർട്ടി അത്തരത്തിൽ ഒരു വിലയിരുത്തൽ റിപ്പോർട്ട് ഉണ്ടാക്കുമെന്ന കാര്യം എനിക്ക് സംശയമാണ്. എന്തായാലും പാർട്ടി കണ്ടെത്തുന്നു ഈ ധാർഷ്ട്യമടക്കം കാരണമാണ്, ഭരണവിരുദ്ധ വികാരമടക്കമുണ്ട് എന്നൊക്കെ കണ്ടെത്തുന്ന റിപ്പോർട്ടിന് ശേഷവും ഇന്ന് പത്തനംതിട്ടയിൽ ഒരു കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് മന്ത്രി അടക്കം ചെന്ന് സ്വീകരിക്കുകയാണ്. ആ റിവ്യൂ റിപ്പോർട്ടിന് പുല്ലുവില കൊടുക്കുന്നുണ്ടോ ആ പാർട്ടി, രാജു പി നായർ? ഒരിക്കലുമില്ല ഹാഷ്മി. ഇപ്പോൾ നടക്കുന്ന ഈ വിലയിരുത്തലുകളും അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നതെല്ലാം ഒരുപക്ഷെ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ പാർട്ടിയെ മാറ്റാൻ കഴിയുന്ന രീതിയിലല്ല ഇന്ന് ഈ പാർട്ടിയിൽ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ആസൂത്രിതമായി ഒരു ഒരു അക്രമം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത പോലെ പോയിരിക്കുക. നമ്മൾ നോക്കൂ, കഴിഞ്ഞൊരു 8 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എത്ര സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിലെല്ലാം എന്താണ് CPMന്റെ നേതൃത്വം എടുത്ത നിലപാട്? ഇപ്പോൾ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യനെ നമ്മുടെ തിരുവനന്തപുരം കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുന്നൊരു സംഭവം ഉണ്ടായി. അതിനോടുള്ള അന്വേഷണത്തിലേക്ക് പോയത് ശിവരഞ്ജിത്ത് അതുപോലെ തന്നെയുള്ള 2 പേര് PSC പരീക്ഷയിൽ അട്ടിമറി നടത്തി വരെയുള്ള വിഷയങ്ങളാണ് വന്നത്. മറ്റിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോളേജുകളിൽ മുഴുവൻ നടക്കുന്ന സംഭവങ്ങൾ, ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ ചിലപ്പോൾ കോളേജിൽ വരുമ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഹാഷ്മിയൊക്കെ കോളേജിൽ പഠിച്ചവരാണ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമ്മുടെ കാലഘട്ടത്തിൽ KSU SFI സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോളേജിൽ തന്നെ തീരുകയും അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് തീർന്നു പോകുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് നടന്നിരിക്കുന്ന സംഭവം ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ നിന്നുകൊണ്ട് ഇവരെ ന്യായീകരിക്കുന്ന രീതിയിൽ, അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ധരിച്ചു വച്ച ഒരു വാനരക്കൂട്ടമായിട്ട് ഇന്ന് കോളേജുകളിൽ ഈ SFI പ്രവർത്തകർ മാറിയിരിക്കുകയാണ്. പല കോളേജുകൾക്കകത്തും കയറാൻ പോലും കഴിയാത്ത രീതി, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ താവളമാണ്, ഞങ്ങളുടെ കോട്ടയാണ്. ഇപ്പൊ മഹാരാജാസ് കോളേജിലേക്ക് എന്നാൽ മഹാരാജാസ് കോളേജിന്റെ ഏറ്റവും വലിയ കവാടത്തിൽ SFIയുടെ കോട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇതിനകത്തുള്ള മുഴുവൻ എക്കോസിസ്റ്റവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് CPMന്റെ നേതൃത്വം എടുക്കുന്നത് അത്തരത്തിലാണ്. CA2വിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ CA2വിന്റെ ഒരു വിഷയം കൂടി പുറത്തു വന്നിരിക്കുന്നുണ്ടല്ലോ. ഈ അക്രമങ്ങൾ വരുമ്പോഴെല്ലാം ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന, അവരെയൊക്കെ എല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഭരണകൂടം മാറിയതിന്റെ പ്രശ്നം, അതിന് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് ഹാഷ്മി. ഇതിന്റെ എല്ലാത്തിന്റെ ഞാൻ കരുതുന്നത് ഈ ഗുണ്ടകളുടെ, പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്യാനുള്ള ആൾക്കാരെ മെരുക്കുന്ന ഹാച്ചറികളായിട്ട് കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ഒരു സംഭവത്തിന് എന്തിനാണ് CPMന്റെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ വരുന്നത്? കാരണം ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ പിന്തുണ കൊടുത്ത് വളർന്നു വരുന്ന കുറ്റവാളികളെ അവരിന്ന് എങ്ങനെയാണോ RSS പലപ്പോഴും ഇന്ത്യയുടെ സംവിധാനങ്ങളിലേക്കകത്തേക്ക് അവരുടെ ആശയങ്ങളുള്ളവരെ കുത്തി നിറക്കുന്നത്, അതുപോലെ കേരളത്തിന്റെ പോലീസിനകത്തേക്ക് ഇവരെ നിറക്കുകയാണ്. അതാണ് ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. SFIക്കാരെ അല്ലെങ്കിൽ DYFIക്കാരെ പോലീസിലേക്ക് നിയമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ഈ അക്രമം ഇവരുടെ ഒരു വാസനയായി, അല്ലെങ്കിൽ CPMന്റെ പണ്ടത്തെ സായുധ വിപ്ലവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ CPM മാറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഈ പ്രശ്നം. ഈ തിരുത്തൽ വേണ്ടത് ആദ്യം, ഞാൻ ചോദിക്കുന്നത്, ആ തിരുത്തൽ നടപടികൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ രക്ഷാപ്രവർത്തനമെന്ന് കേരളം മുഴുവൻ എന്താ പറയാ വിമർശനം ഉന്നയിച്ച ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കല്ലോ. ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ തണുപ്പിക്കാമല്ലോ. അതിനു പകരം താൻ ഉപയോഗിച്ച, താൻ ഏറ്റവും ധാർഷ്ട്യത്തോടു കൂടി അന്നത്തെ നവകേരള സദസ്സിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച അതേ ശൈലി ഞാൻ പിന്തുടരും, എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല, ഞാൻ അതേ പിന്തുടരൂ എന്നുള്ള ജനങ്ങളോട്, ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും നിൽക്കുന്ന ആ പാർട്ടി ജനങ്ങളോട് പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് അതേ വാക്കുപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനപ്പുറം ഈ ജനവിധിയെ എന്താ പറയാ പുച്ഛിക്കാൻ മറ്റൊരു വാക്ക് ആവശ്യമുണ്ടോ? കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ, ഞാൻ പറയട്ടെ, സ്വന്തം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടിച്ച് ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. അവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലും പോലീസായിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഒന്ന് അന്വേഷിക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ SFI പ്രവർത്തകർക്കെതിരെയുള്ള കേസ്, DYFI പ്രവർത്തകർക്കെതിരെയുള്ള കേസ്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മളിതെല്ലാം അന്വേഷിക്കണം.
കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ നടക്കുന്നു. അവിടത്തേക്ക് ഡിവൈഎസ്പിമാരുടെയും ഒക്കെ നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കാം. ഒരു പാർട്ടിയുടെ ഒരു പാട്രണേജ് ഇതിനകത്തെല്ലാം പറയണം. അതിന്റെ തുടർച്ചയിലാണ് ഈ ശരൺദാസ് പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് പോലും ആരോപിച്ചു.